Hello, welcome to Market Discussion of the Day. Today, June 10, 2026, വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാണ്. കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. അടുത്ത മൺഡേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു അഡ്വാൻസ്ഡ് ലെവലിലൊരു കോഴ്സല്ല, ഒരു വളരെ ബേസിക് ലെവലിലൊരു ക്ലാസ്സാണ്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി ഇന്ത്യൻ ടൈം 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ ഇന്നലെ തന്നെ ഗോൾഡ് ഓൾമോസ്റ്റ് 4360-65 റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് വലിയൊരു ഡ്രോപ്പ്, ഓൾമോസ്റ്റ് ഒരു 4160, ഓൾമോസ്റ്റ് ഒരു എത്രയാണ് 2000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടു അല്ലേ. സോ ബിഗ് മൂവ്മെൻറ്റ് അല്ലേ. സോ ബേസിക്കലി ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നു. പല ആൾക്കാരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നു. സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യമുള്ളൂ, നമ്മൾ എത്ര പൈസ നമ്മളിപ്പം ഉണ്ടാക്കിയാലും, നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ എത്ര പൈസ ഉണ്ടാക്കിയാലും അതെല്ലാം ഒരു ദിവസം പോകും. ഓക്കെ, സോ അതിനുള്ളൊരു പ്രോപ്പർ എക്സാമ്പിളാണ് ഇന്നലെ നടന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഒരു ഇതിനൊരു പോംവഴിയും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ പൈസ പോയിട്ട് ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ ഒരു $5000 കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു $20,000 ഉണ്ടാക്കിയേക്കാം. പക്ഷേ ആ $20,000 നമ്മൾ ഇന്നലത്തെ ഒരൊറ്റ മൂവ്മെൻറ്റിൽ പല ആൾക്കാർക്കും പോകത്തില്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഓക്കെ, സോ എനിവേയ്സ് ഇന്നലത്തെ എന്താ പറയുക, ഈ ഗോൾഡിൻ്റെ വലിയൊരു മൂവ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇറാനും ഇസ്രയേലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സീസ് ഫയറിലോട്ട് വരുന്നു എന്നൊക്കെയുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ബേസിക്കലി എന്താ പറയുക, ഗോൾഡിനെ താഴോട്ട് കൊണ്ടുപോയി. പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ സംഭവിച്ചാൽ എന്താകും മാർക്കറ്റിൽ. നമുക്കറിയില്ല. ഓക്കെ, സോ നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അറിയില്ല. സോ ബേസിക്കലി ഒരു വാർ അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പം ഗോൾഡ് താഴോട്ടാണ് പോകേണ്ടത് നോർമലി അല്ലേ. സോ പക്ഷേ ഇവിടെ എന്താ പറയുക, വാർ ഉണ്ടായതിലൂടെ ഗോൾഡ് മുകളിലോട്ട് പോകാതെ താഴെ നിൽക്കുകയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായത് കൊണ്ടിട്ട് തന്നെ ഇപ്പം നമുക്കറിയാം എന്താണ് ഗോൾഡ് താഴോട്ട് പോകാനായിട്ടുള്ള റീസൺ. വാറല്ല, വാർ ഇറാനിൽ നടന്നത് കൊണ്ടിട്ടാണ് അല്ലേ. സോ ഇറാനിൽ വാർ നടന്നപ്പോൾ എണ്ണയുടെ വില കൂടി അല്ലേ. വില കൂടിയപ്പം എന്ത് സംഭവിച്ചു, ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയത് കൊണ്ട് $US സ്ട്രെങ്തൻ ആയത് കൊണ്ടിട്ടാണ് ഡോളർ താഴോട്ട് പോയത് അല്ലേ. സോ ഇതാണ് അവിടുത്തെ ഒരു എക്കണോമിക്സ് വർക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നേരെ മറിച്ച് വാർ അവസാനിക്കാൻ നേരത്തെ എന്ത് സംഭവിക്കും ഗോൾഡിൽ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ വാട്ട് വിൽ ബി ഹാപ്പനിങ് ടു ഗോൾഡ്, റൈറ്റ്. സോ അപ്പോൾ ഇതാണ് ബേസിക്കലി. അപ്പോൾ അത് ബേസിക്കലി നമ്മളുടെ തീരുമാനങ്ങളോ ഒന്നുമല്ല, അതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെയുള്ള തീരുമാനങ്ങളാണ്. ഇങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണല്ലേ. സോ എനിവേയ്സ് ഇങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അത് കെയർഫുള്ളായിട്ടിരിക്കുക. സോ ഇങ്ങനത്തുള്ള ബിഗ് മൂവ്മെൻറ്റ്സ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് രാവിലത്തെ സെഷൻ ഒഴിവാക്കും, ഏഷ്യൻ സെഷൻ ഒഴിവാക്കും. മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യും, എവിടെയാണ് നമുക്ക് ഒരു അവസരം കിട്ടുന്നതെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പയ്യെ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നലത്തെ ദിവസവും ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്നത്തെ ദിവസം ആക്ച്വലി എന്താ പറയുക, ട്രേഡ് ചെയ്യുകയാണെങ്കിലും വളരെ ചെറിയ ലോട്ട് സൈസ് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. ഞാൻ എക്കണോമിക് കലണ്ടർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ എക്കണോമിക് കലണ്ടർ നമ്മൾ എടുക്കുമ്പോൾ ഫോറക്സ് ഫാക്ടറി നമ്മൾ എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ജൂൺ 10 ഇന്ന് 6 മണി തൊട്ട് ന്യൂസുകളുണ്ട്. CPIയുടെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ CPIയുടെ ന്യൂസിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബേസിക്കലി ഒരു 5:30 മണിക്ക് ക്യാൻഡലിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എന്താ പറയുക, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നാളത്തെ ന്യൂസ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. PPIയുടെ ന്യൂസ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം എല്ലാ വ്യാഴാഴ്ചയും വരുന്നത്. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് കേട്ടോ. ഏതാണ് നമ്മുടെ യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മറ്റന്നാൾ നമുക്ക് GBP GDP അനൗൺസ്മെൻ്റ് ഉണ്ട്.
GDP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, CB ലീഡിംഗ് ഇൻഡെക്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്, GBP ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യും. വെള്ളിയാഴ്ച ഫുൾ GBP അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളുണ്ട്. ഓക്കെ, സോ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മൾ ന്യൂസുകൾ ഇതൊക്കെയാണ്, ഇന്ന ടൈമിലാണ് എന്നുള്ളൊരു കാര്യം പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമ്മൾ ട്രേഡൊക്കെ ഇട്ടിട്ട് നമ്മൾ മാറിപ്പോകുന്ന ആൾക്കാരാണ് എങ്കിൽ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു അലാറം ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, സോ പല ആൾക്കാർക്കും ഇതേപോലെ ന്യൂസ് ടൈമിംഗ് അറിയാത്ത ആൾക്കാർ ഇത് കണക്ക് നല്ല ട്രേഡേഴ്സ് പൈസ ഈ ന്യൂസ് ടൈമിങ്ങിന് ട്രേഡ് ചെയ്യുന്നത് കാരണം പോകുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു പോയത് കേട്ടോ. ഓക്കെ, സോ എനിവേയ്സ്, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പല ആൾക്കാരും ഒരുപാട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് എന്നെ പല ആൾക്കാരും വിളിച്ചിട്ട് ബ്രോക്കേഴ്സിനകത്ത് നിന്ന് പൈസ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി റെഗുലേറ്റഡ് അല്ലാത്ത ബ്രോക്കേഴ്സിൽ നിങ്ങൾ പൈസ ഇട്ട് ട്രേഡ് ചെയ്താൽ ഉണ്ടാവുന്ന നോർമൽ കാര്യമാണ്. ഇതുകൊണ്ട് ഒരുപാട് നല്ല കമ്പനികളുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റാർ ട്രേഡർ, വാൻറ്റേജ് പോലത്തുള്ള കമ്പനികളാണ്. ഓക്കെ, അല്ലാതെ തന്നെ വേറെ ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് റിസർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ബേസിക്കലി ഞാൻ സ്റ്റാർ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ആൾക്കാർക്കും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രൊമോഷണൽ ബോണസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും അതേപോലെ തന്നെ അവരുടെ സ്പോൺസർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ. അതേപോലെ തന്നെ പല രീതിയിൽ NBA സ്പോൺസേഴ്സാണ്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ടിട്ടാണ് സ്റ്റാർ ആയതുകൊണ്ടിട്ടാണ് ഞാൻ നമ്മൾ സ്റ്റാറിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ വീഡിയോ അയച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നും കൂടെ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാനൊരു കഫേയിൽ ഇരുന്നാണ് ചെയ്യുന്നത്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ ഞങ്ങളിവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വൈഫൈ വർക്ക് ചെയ്യുന്നിട്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ കഫേയിലാണ് വന്നിട്ട് മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ എനിവേയ്സ്, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഗോൾഡ് അണ്ണലിലോട്ട് തന്നെ പോവാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി 4195 നിൽക്കുന്നു. ടെക്നിക്കൽ സപ്പോർട്ട്, ഇന്നത്തെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിലും 4160. ഇതെല്ലാം CPIയുടെ മുന്നേ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. CPIക്ക് ശേഷം ഞാൻ പറഞ്ഞത് വർക്കായില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കരുത്. ഓക്കെ, CPIക്ക് മുന്നേയായിട്ട് മാറി നിൽക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് വന്നിട്ട് 4160 to 4240. ഓക്കെ, 40 എക്സ്റ്റൻഡഡ് റേഞ്ചിൽ 4270 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ സേഫർ സൈഡിൽ നമുക്ക് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക, സെല്ലിലോട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, സോ നല്ലൊരു പ്രോപ്പർ സെല്ലെന്ന് പറയുന്നത് 4235-40 റേഞ്ചിൽ നമുക്ക് സെല്ലെടുത്ത് പോവാം. ഓക്കെ, സോ 4235 അല്ലെങ്കിൽ 40 റേഞ്ചിൽ സെല്ലെടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂട്ടി വെക്കേണ്ടി വരും. 4260-65 ലെവലിലോട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. നിങ്ങളുടെ ഉചിതം അനുസരിച്ച് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റിന് ഭയങ്കര വോളറ്റാലിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇത്രയും കൂടുതൽ വെക്കുന്നത്. സോ ബേസിക്കലി ഇവിടെ $20 to $25 സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു സ്റ്റോപ്പ് ലോസിന് മിനിമം നിങ്ങളൊരു $30 to $35 എങ്കിലും അല്ലെങ്കിൽ ഒരു $37.5 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോ എങ്കിലും റിസ്ക് ടു റിവാർഡ് റേഷ്യോ വെക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ പാലിച്ച് പോവുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മുടെ GBP USD 1.3387 നിൽക്കുന്നു. സോ ബേസിക്കലി GBP USDയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 1.3300 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ബേസിക്കലി 1.3400 അവിടെ റെസിസ്റ്റ് ചെയ്തും താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണം എന്നുള്ള ആൾക്കാർ 1.3400 അവിടെ അടുത്തെത്തുമ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, 1.3400 അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ 1.3440 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെക്കണം. എങ്ങാനും നമുക്ക് 1.3300 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്തതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. 1.3260 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ USD JPYയിലോട്ട് വരാം. USD JPY വന്നിട്ട് ഇപ്പോൾ കറൻ്റ്ലി USD JPY 160.37 നിൽക്കുന്നു. USD JPYയുടെ റേഞ്ച് റേറ്റ്.
160 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, പറയാറായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, സോ ഒരു ബൈ എൻട്രിയിലോട്ട് എടുക്കാനായിട്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്, എന്നാൽ സെല്ല് പറയാനായിട്ടും പേടിയുണ്ട്. ഓക്കെ, കാരണം നമുക്കിപ്പം ഒന്നും പറയാറായിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ്. രണ്ടിലും പോയി കുടുങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇന്നും കൂടെ ഒന്ന് നോക്കിയിട്ട്, ഇന്ന് രാത്രി അവസാനിക്കുന്നത് 160 മുകളിലാണ്, നാളെ രാവിലെ 7:30 മണിക്ക് 160 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇവിടുന്ന് സെല്ല് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. പക്ഷേ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻ്റർവെൻഷൻ മൂലം ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും, ഈ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 2000-ന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രൈസാണ് USD/JPY 162. സോ അവിടുന്ന് വെറും ഒരു 200 പിപ്പാണ് നമ്മൾ താഴെ നിൽക്കുന്നത്. സോ ഇവിടുന്ന് എനിക്ക് ബൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പറയാനായിട്ട്. ടെക്നിക്കലി ബൈ ഒക്കെ തന്നെയാണ്, ഫണ്ടമെൻ്റലിയും ബൈ തന്നെയാണ്, കാരണം $US സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടുന്ന് സെല്ല് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഓപ്പോസിറ്റായിട്ട് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം USD/JPY ഇട്ട് കളയാം, മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് നാളെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും USD/JPY നല്ലൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. നേരെ നമ്മൾ EUR/USD വരാം. 1.1552 നിൽക്കുന്നു. EUR/USD ബേസിക്കലി നമുക്കൊരു ഒന്നുകൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 1.1580 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം 1.1580 1.1590 റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.1625 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. നേരെ മറിച്ച് 1.1500 അവിടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.151480 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് നല്ല ഒരു ദിവസമാവട്ടെ, നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകട്ടെ. CPIയുടെ സമയത്ത് ഇനി മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടമാവുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.